കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിക്കുകയാണ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2.77 കോടി വോട്ടർമാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവർക്ക് വോട്ടിടുന്നതിനു വേണ്ടി 25,000-ലേറെ പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ വോട്ടെടുപ്പ് സുഗമമായി നടത്തുന്നതിനു വേണ്ടി 1.5 ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി 45,000-ലേറെ പോലീസുകാരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പോളിംഗ് സാധന സാമഗ്രികളൊക്കെ ഇന്ന് രാവിലെ 8 മണി മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നായി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അതെല്ലാം ശേഖരിച്ച് ഇതുപോലുള്ള ബൂത്തുകളിലെത്തി ഇവിടെ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കണം, ഈ സാധന സാമഗ്രികളെല്ലാം ക്രമീകരിച്ച് സജ്ജീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. ഇരട്ട വോട്ടൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഈ വോട്ടെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. മറ്റൊന്ന്, ചൂടുകാലമാണ്. കുടിവെള്ളം, അതായത് വോട്ടിടാൻ വേണ്ടി എത്തുന്ന വോട്ടർമാർക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ കുടിവെള്ളം ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ഇത്തവണത്തെ വോട്ടെടുപ്പ് പരാതികളൊന്നുമില്ലാതെ സുഗമമായി ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും ലക്ഷ്യം.